മരിയ. എന്താ മരിയ? എനിക്ക് ഓണക്കോട് വാങ്ങി, അനിയത്തിമാർക്കും വാങ്ങി. സൂപ്പർ ആട്ടോ. നാളെ ഞാൻ അവനെ കൊണ്ടുവരും. അമ്മ വരുമ്പോ എനിക്ക് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നാളെ കാണാം. ഓക്കേ. നാളെ സ്കൂളിൽ ഓണാഘോഷമല്ലേ? അനിയന്മാരെയും അനിയത്തിമാരെയും കൊണ്ടുവരാമെന്നല്ലേ ടീച്ചർ പറഞ്ഞത്? അവർക്ക് ഓണക്കളികളും മത്സരങ്ങളും ഒക്കെയുണ്ട്. എസ്തേറും അയറിനും ഒക്കെ അവരുടെ അനിയന്മാരെയും അനിയത്തിമാരെയും കൊണ്ടുവരും. എനിക്ക് ആരുമില്ലല്ലോ, കൂട്ടുകൂടാനും ആരുമില്ല, കൂടെ കളിക്കാനും ആരുമില്ല. എപ്പോഴും ഞാൻ തന്നെ. വാ തെരേസേ, നമുക്ക് ക്ലാസ്സിൽ കയറിയിരിക്കാം. നീ പൊക്കോ, ഞാൻ വന്നേക്കാം. നിനക്ക് കൊണ്ടുവരാൻ ആരുമില്ലല്ലേ? നീ അവിടെ തന്നെ നിന്നോ. ഇന്നലെ നിനക്ക് ഒത്തിരി സങ്കടം വന്നല്ലേ? ശരിക്കും ഞാൻ കരഞ്ഞു പോയി. സാരമില്ല, നീ വിഷമിക്കണ്ട. ദൈവമല്ലേ കുഞ്ഞുവാവയൊക്കെ തരുന്നത്. ശരിയാ, എന്നാലും എനിക്ക് കൂട്ടുകൂടാൻ ആരുമില്ലല്ലോ. നീ മണിയങ്കുന്നിലെ കൊളയത്താമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എല്ലാ വർഷവും മണിയങ്കുന്ന് സ്കൂളിൽ വെച്ച് ദീപദാസി കൊളയത്താമ്മയെ കുറിച്ച് പ്രസംഗ മത്സരം ഉണ്ടല്ലോ. ഇപ്രാവശ്യം ഞാനും കൂടുന്നുണ്ട്. എന്നാ മത്സരം? അടുത്ത ശനിയാഴ്ച. അതൊരു നല്ല ചാൻസാ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആ സ്കൂളിന്റെ അടുത്ത് കൊളയത്താമ്മ താമസിച്ചിരുന്ന ഒരു കെട്ടിടമുണ്ട്. കൊളയത്താമ്മ ഉപയോഗിച്ചിരുന്ന കട്ടിലും കുറെ സാധനങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാം. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ സങ്കടമൊക്കെ മാറും. അതൊക്കെ വെറുതെ പറയുന്നതല്ലേ? വെറുതെ ഒന്നുമല്ല. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോഴാ എന്റെ ആന്റിക്ക് ഒരു കുഞ്ഞുവാവ ഉണ്ടായത്. അപ്പോ എന്റെ അമ്മയ്ക്ക് കുഞ്ഞുവാവ ഉണ്ടാകുമോ? കൊളയത്താമ്മ നമുക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കും. അപ്പോ നിന്റെ അമ്മയ്ക്കും കുഞ്ഞുവാവ ഉണ്ടാകും. നേരാണോ? അതേന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രസംഗ മത്സരത്തിന് എനിക്കായിരിക്കും ഫസ്റ്റ്. ഫസ്റ്റ് വാങ്ങിച്ച നമുക്ക് എന്താ വേണ്ടത്? മരിയയുടെ കയ്യിലുള്ള പോലത്തെ ഒരു വാട്ടർ കളർ എനിക്കും വേണം. ഉറപ്പായിട്ടും വാങ്ങിത്തരാം. എന്റെ പ്രസംഗം തീരും. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോണം. എവിടെ? കൊളയത്താമ്മ താമസിച്ചിരുന്ന ഒരു കെട്ടിടം അവിടെ ഉണ്ടെന്ന് മരിയ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പോയി കാണണം. നമുക്ക് പോയേക്കാം.
മണി 11 ആയല്ലോ. മോളുടെ പ്രസംഗം തീർന്നു കാണുമായിരിക്കും. മോള് നന്നായിട്ട് പ്രസംഗം പറഞ്ഞോ? മോള് സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം, മിടുക്കി. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. പോയേക്കാം. ഇതാണോ കൊളയത്താമ്മയുടെ വീട്? അതേലോ, കേറി വാ, എല്ലാം കാണിച്ചു തരാം. കൊളയത്താമ്മയെ കുറിച്ചുള്ള പുസ്തകം ഉണ്ടോ? എനിക്കൊന്ന് വേണമായിരുന്നു. ഉണ്ടല്ലോ, ഇപ്പോൾ തരാം. താങ്ക് യു സിസ്റ്റർ. കൊളയത്താമ്മ മോളെ അനുഗ്രഹിക്കും കേട്ടോ. ദൈവദാസി കൊളയത്താമ്മ അഖില കേരള പ്രസംഗ മത്സരം LP വിഭാഗം. ഫസ്റ്റ് പ്രൈസ് തെരേസ് ജോസ്. ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും അടുത്ത വെള്ളിയാഴ്ച കിട്ടുന്നത്. നമുക്ക് പോയേക്കാം. ഓക്കെ. കൊളയത്താമ്മേ, എനിക്ക് സങ്കടാട്ടോ. കൂട്ടുകൂടാൻ എനിക്ക് ആരുമില്ല, കൂടെ കളിക്കാനും ആരുമില്ല. വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഞാൻ തന്നെ ഇരിക്കണം. അമ്മയോടും അപ്പച്ചനോടും ഒരു കുഞ്ഞു അവനെ വേണോന്ന് പറഞ്ഞിട്ട് അവരൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. എന്റെ കൂട്ടുകാരൊക്കെ സ്കൂൾ വിട്ടു വീട്ടിലെത്തുമ്പോ അനിയന്റെയും അനിയത്തിമാരുടെയും കൂടെ കളിക്കുമെന്ന് പറയുന്നത് കേൾക്കുമ്പോ എനിക്കും അവരുടെ കൂടെ പോകാൻ തോന്നുക. ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ മടുത്തു. അപ്പച്ചനും അമ്മയും ജോലി കഴിഞ്ഞു വരുമ്പോ 6 മണിയാകും. അവര് പിന്നെ ചോറും കറിയും വെക്കുന്ന തിരക്കില. എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല. എന്റെ സങ്കടമൊക്കെ ഈശോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും കൊളയത്താമ്മ എപ്പോഴും ഈശോയുടെ കൂടെയല്ലേ. എന്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞുമാവനെ കൊടുക്കാൻ ഈശോയോട് പറയണം കേട്ടോ. തെരേസിന്റെ സങ്കടം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ. നമ്മുടെ കുഞ്ഞിന്റെ സങ്കടം കാണാൻ നമുക്ക് കണ്ണില്ലാതെ പോയല്ലോ. തെരേസ നിൽക്ക.
ഇന്ന നിനക്കൊരു മിഠായി. ഇത് എവിടുന്ന് കിട്ടി? ഇന്നലെ അമ്മ വാങ്ങി തന്നതാ. ഞാൻ നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാ. ഇന്ന് എന്റെ അമ്മ ജോലി കഴിഞ്ഞ് നേരത്തെ വരും കേട്ടോ. ഞാൻ ചെല്ലുമ്പോ വന്ന് കാണുമായിരിക്കും. എങ്കിലേ വേഗം പൊക്കോ. നാളെ കാണാം. മോടെ സങ്കടമൊക്കെ മാറിയോ? എനിക്ക് സങ്കടമാണെന്ന് സിസ്റ്റർ എങ്ങനെ അറിഞ്ഞത്? ഒരു കുഞ്ഞുവാവയില്ലാത്തതിന്റെ സങ്കടം മോൾ എന്നോട് പറഞ്ഞില്ലേ? അപ്പോ സിസ്റ്റർ കൊളേത്തമ്മയാണോ? അതെ, മോളുടെ സങ്കടമൊക്കെ ഈശോ മാറ്റിത്തരും. നേരാണോ? അതേന്നേ, മോൾക്ക് ഇരട്ടി സന്തോഷം ഈശോ തരും കേട്ടോ. ഞാൻ കൊളേത്താമ്മനെ കണ്ടു. നീ എന്തായി പറയുന്നത്? ഞാൻ നേരായിട്ട് കണ്ടു. നിന്റെ തോന്നലായിരിക്കും. അമ്മേ, തോന്നലല്ല, എന്നോട് നേരായിട്ട് വർത്തമാനം പറഞ്ഞു. എങ്കിൽ കൊളത്താമ്മ എന്താ പറഞ്ഞത്? എനിക്ക് ഇരട്ടി സന്തോഷം തരുമെന്ന്. എന്നിട്ട് കൊളത്താമ്മ എന്തിയേ? അത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കൊളേത്താമ്മനെ കണ്ടില്ല. എന്റെ കുഞ്ഞിനോട് സംസാരിച്ചത് കൊളയത്താമ്മ തന്നെയാ. 2 മാസം കഴിയുമ്പോ നമുക്കൊരു കുഞ്ഞുവാവ ഉണ്ടാകും. കൊളയത്താമ്മ വഴി ഈശോ തന്ന സമ്മാനം. കുഞ്ഞുവാവി ഉണ്ടായി കഴിഞ്ഞ് നമുക്ക് മണിയൻകുന്നിന് പോണേ. തീർച്ചയായും. അമ്മേ, ഇതാലേ കൊളയത്താമ്മ ഇരട്ടി സന്തോഷം എന്ന് പറഞ്ഞത്. അതേ മോളെ. നമുക്ക് മണിയൻകുന്നിന് പോകാം. ഇപ്പൊ തന്നെ പോയേക്കാം. സ്വർഗീയ ഗേഹത്തിൽ വെൺപ്രഭ തൂകുന്ന മണിയും കുന്നിന്റെ മാലാഖയേ. സ്വർഗീയ ഗേഹത്തിൽ വെൺപ്രഭ തൂകുന്ന മണിയും കുന്നിന്റെ മാലാഖയേ. ദൈവ തിരുമുമ്പിൽ